കേരള കഫേ UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്താ വിശേഷങ്ങൾ. കഴിഞ്ഞ വാരാന്ത്യത്തിലെ കനത്ത മഞ്ഞുവീഴ്ചയെ അപേക്ഷിച്ച് ഈ ആഴ്ച UK പല ഭാഗങ്ങളിലും ശൈത്യകാല കാലാവസ്ഥ കൂടുതൽ പിടിമുറുക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നു. കാലാവസ്ഥ പ്രവചകർ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വർഷത്തിലെ ഏറ്റവും തണുപ്പുള്ള രാത്രികൾ പ്രവചിക്കുന്നു. ചില പ്രദേശങ്ങളിലെ താപനില -20°C വരെ കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. വടക്കൻ വെയിൽസിന്റെ ചില ഭാഗങ്ങളിലും മധ്യവടക്കൻ ഇംഗ്ലണ്ടിലെ പ്രദേശങ്ങളിലും ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണി വരെ മഞ്ഞുവീഴ്ചയുടെ അപകടങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ കാലാവസ്ഥ പ്രവചകർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മധ്യ ഇംഗ്ലണ്ടിൽ നാശം വിതച്ച വെള്ളപ്പൊക്കത്തിന്റെ മറ്റൊരു ദിവസത്തിന് ശേഷമാണ് തണുത്ത കാലാവസ്ഥ വരുന്നത്. എന്നാൽ വരും ദിവസങ്ങളിൽ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ വെള്ളപ്പൊക്കം കുറയാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ UK പല ഭാഗങ്ങളിലും കഠിനമായ തണുപ്പ് പ്രതീക്ഷിക്കുന്നു. രാത്രിയിൽ കടുത്ത തണുപ്പിന് സാധ്യതയുണ്ട്. ബുധൻ വ്യാഴം രാത്രികളിലെ താപനില -3°C-നും -10°C-നും ഇടയിലാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിക്കുന്നു. ഇപ്പോഴും മഞ്ഞുവീഴ്ച അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ ബുധനാഴ്ച രാത്രി -14°C മുതൽ -16°C വരെ തണുപ്പായിരിക്കും. വ്യാഴാഴ്ച സ്കോട്ട്ലൻഡിലെ മിക്ക ഭാഗങ്ങളിലും താപനില -16°C മുതൽ -20°C വരെ താഴ്ന്നേക്കാമെന്നും മുന്നറിയിപ്പുണ്ട്. വടക്കൻ അമേരിക്കൻ രാജ്യമായ കാനഡയെ US ലയിപ്പിക്കണമെന്ന് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ട്രംപ് ആവശ്യമുന്നയിച്ചത്. കാനഡയെ US-ന്റെ 51ാമത്തെ സംസ്ഥാനമാക്കണമെന്ന വാഗ്ദാനം ട്രംപ് ആവർത്തിച്ചു. എന്നാൽ കാനഡയെ US-ലേക്ക് സ്വാംശീകരിക്കാൻ സാമ്പത്തിക ശക്തി ഉപയോഗിക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്കെതിരെ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ തിരിച്ചടിച്ചു. അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കാൻ കാനഡ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് ഗണ്യമായ തീരുവ കൊണ്ടുവരുമെന്ന ഭീഷണിയും ട്രംപ് ആവർത്തിച്ചു. കാനഡയ്ക്ക് രാഷ്ട്രീയമായ വെല്ലുവിളി നേരിടുന്ന സമയത്താണ് നിലവിലുള്ള താരിഫ് ഭീഷണി. ജനുവരി 20 അധികാരമേറ്റതിനു ശേഷം ട്രംപ് താരിഫ് ചുമത്തുന്നത് പിന്തുടരുകയാണെങ്കിൽ അത് കാനഡയുടെ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം ട്രംപിന്റെ ഭീഷണി തുടരുകയാണെങ്കിൽ കൗണ്ടർ താരിഫുകൾ ചുമത്തുന്ന കാര്യം പരിഗണനയിലാണെന്ന് ട്രൂഡോ സർക്കാർ അറിയിച്ചു. UK-യിൽ നിന്നും മറ്റൊരു മലയാളിയെ കൂടെ കാണുവാനില്ല. UK മലയാളി നരേന്ദ്രൻ രാമകൃഷ്ണനെ ഡിസംബർ 8 മുതൽ ലണ്ടനിൽ നിന്ന് കാണുവാനില്ലെന്നാണ് പരാതി. കെന്റിന് സമീപമുള്ള ഡോവറിനടുത്താണ് അവസാനമായി നരേന്ദ്രനെ കണ്ടത്. 2024 സെപ്റ്റംബർ വരെ ലണ്ടനിലെ JP മോർഗനിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ജോലി ചെയ്തിരുന്ന രാമകൃഷ്ണൻ പുതിയ ജോലി അന്വേഷിക്കുകയായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ നൽകുന്ന വിവരം. ഇതിനിടയിലാണ് കാണാതായത്. നരേന്ദ്രൻ രാമകൃഷ്ണനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 116000 എന്ന രഹസ്യ ഹെൽപ്പ് ലൈൻ നമ്പറുമായി ബന്ധപ്പെടുവാൻ മിസ്സിംഗ് പീപ്പിൾ UK അറിയിച്ചു. ഓസ്ട്രേലിയയിലെ പെർത്തിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചു മലയാളി യുവാവ് മരിച്ചു. തീക്കോയി പനക്കക്കുഴിയിൽ റോയൽ തോമസ് മകൻ ആഷിലാണ് മരിച്ചത്. ഡിസംബർ 22 രാത്രി ആഷിന് വീടിന് സമീപമായിരുന്നു അപകടം. കൂടുതൽ UK, യൂറോപ്പ്, USA, ഓസ്ട്രേലിയൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.